ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മന്തിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലേ. ഈ മുട്ട മന്തി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വലിയ അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വലിയ അരിയാണ് നമ്മൾ മന്തി ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 250 ml കപ്പിൽ ഒരു 3 കപ്പോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് കഴുകി നല്ല വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമില്ലേ. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങി വരഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് തന്നെ ബിരിയാണിയും കൂടെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ ചെറുതായി അരിഞ്ഞ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മന്തി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മന്തി മസാലയാണ് കേട്ടോ. ഈ ഒരു മന്തി മസാലയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ പൊടിയാണേലും ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലത്തെ മാഗി ക്യൂബ്സ് ആണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാൻ 2 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് ഇതുപോലെ 2 എണ്ണം വെച്ചാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇതിനകത്തുനിന്ന് 3 എണ്ണമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ച് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതിയോളം നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളറ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 കപ്പോളം വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ നല്ലതുപോലെ ആ ഒരു ക്യാപ്സിക്കത്തിനകത്തൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാവേ. ഇനി നമ്മൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ റൈസൊക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ എടുത്തതിൻ്റെ ബാക്കി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നീട് ബാക്കി വന്ന ഒരു പീസ് മാഗി ക്യൂബ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മാഗി ക്യൂബ്സ് ഒക്കെ നല്ലതുപോലെ അലുത്ത് വന്നപ്പോഴേക്കും ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച ശേഷമാണ് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പതിയെ പതിയെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ റൈസ് നല്ലതുപോലെ ഒന്ന് തിളച്ച് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ അരിയൊക്കെ നല്ലതുപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെന്തോന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് ഒരല്പം കൂടി വെന്ത് കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയവും കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഊറ്റി മാറ്റി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പതിയെ നമ്മൾ അരിപ്പപാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് സോൾട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. മാഗി ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ സോൾട്ട് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. ഇനി നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ ആ എഗ്ഗിലൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതിയെ മിക്സ് ചെയ്യണം. ആ ഒരു എഗ്ഗ് ഒന്നും പൊട്ടിപ്പോകാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനേ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കം ഒക്കെ.
ഇനി അതിൽ നിന്ന് ആ എഗ്ഗ് ഒന്ന് കോരി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്കത് മുകളിൽ വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് ഇനി ആ ഓയിലിട്ട് ക്യാപ്സിക്കം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു ഓയിലെടുത്ത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറച്ചേറെ ഓയിൽ തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാലയുടെ മുകളിലേക്ക് റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ നമ്മൾ ഇട്ട് കൊടുക്കണേ, ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വിതർത്തി ഒന്ന് റൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ അതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ നമ്മൾ റെഡ് കളറില്ലേ, റെഡ് ഫുഡ് കളറും കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നമ്മളിത് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയാണേ. പിന്നെ നമ്മൾ കുരുമുളകാണ് കേട്ടോ വിതറി കൊടുക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഹോൾ കുരുമുളക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കനൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഒരു വെയിറ്റ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കുഴിമന്തിയുടെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുമേ. അത് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കളറും ഒക്കെ ഓപ്ഷണലാണ്. ഞാൻ ഈ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു എഗ്ഗൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കളറും നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ എല്ലായിടത്തും ഒരേപോലെ കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ടമന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മന്തിയുടെ ആ ഒരു ലെവല് നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്നാലും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാനും ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല അടിപൊളി മന്തി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.